Hi all, welcome to Once Coaching. ഇന്ന് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇലക്ട്രിക്കൽ ബിരുദധാരികൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 30-ാം തീയതിയിലേക്ക് അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ സെക്ഷൻ 1 നമ്മൾ ചെയ്യുന്നത് 2014 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ 2014 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഇൻ എ ട്രാൻസ്ഫോമർ occurs at ഓപ്ഷൻ എ സീറോ പവർ ഫാക്ടർ, UPF, ലീഡിംഗ് പവർ ഫാക്ടർ, ലാഗിംഗ് പവർ ഫാക്ടർ. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റെഗുലേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? വോൾട്ടേജ് റെഗുലേഷൻ സീറോ ആകുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫൊക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? വോൾട്ടേജ് റെഗുലേഷൻ വേഴ്സസ് പവർ ഫാക്ടർ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഗ്രാഫിൽ ഈ സൈഡിലേക്ക് ലാഗിങ് പവർ ഫാക്ടറും ഈ സൈഡിലേക്ക് ലീഡിങ് പവർ ഫാക്ടറും ആയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് അല്ലേ? ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത്. അതായത് Y ആക്സിസിന് ഇവിടെ കട്ട് ചെയ്യും, X ആക്സിസിനെ ഈ പോയിന്റ് കട്ട് ചെയ്യും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ട് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഏത് പോയിന്റാണ് വരിക? ഈ പോയിന്റ് അല്ലേ? സീറോ വോൾട്ടേജ് റെഗുലേഷൻ വരുന്ന പോയിന്റ് ഇതാണ്. അത് ഏത് കേസിലാണ് വരുന്നത്? സീറോ പവർ ഫാക്ടർ ലീഡാണോ? അല്ല. യൂണിറ്റി പവർ ഫാക്ടർ ആണോ? അല്ല. ലീഡിംഗ് പവർ ഫാക്ടർ, ലാഗിംഗ് പവർ ഫാക്ടർ ഏതാണ്? ലീഡിംഗ് പവർ ഫാക്ടറിൻ്റെ സൈഡിലാണ് ഈ സീറോ പോയിന്റ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ലീഡിംഗ് പവർ ഫാക്ടർ. ഓക്കെ, ഇത് ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അതല്ലാതെ വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ, വോൾട്ടേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു I into R cos phi പ്ലസ് ഓർ മൈനസ് X sin phi. ഇതല്ലായിരുന്നോ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ? R റെസിസ്റ്റൻസ്, X റിയാക്ടൻസ്, ദെൻ phi പവർ ഫാക്ടർ ആംഗിൾ, I കറൻറ്റ്. ഈ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. പ്ലസ് വരുന്നത് എപ്പോഴാണ്? ലാഗിങ് പവർ ഫാക്ടറിൻ്റെ കേസിൽ പ്ലസ് എടുക്കണം, ലീഡിംഗ് പവർ ഫാക്ടറിൻ്റെ കേസിൽ മൈനസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഇക്വേഷൻ കൂടി ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് 15 microfarad capacitance. If the linear dimensions of plate are doubled and the distance between the plates are also doubled, then new value of capacitance would be. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസാണ് പറയുന്നത്. ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 മൈക്രോഫാരഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ അവർ പറയുന്നു ഈ കപ്പാസിറ്ററിൻ്റെ ലീനിയർ ഡയമെൻഷൻസ് എല്ലാം ഡബിൾ ചെയ്യാണ്. ഏതൊക്കെയാ? പ്ലേറ്റിൻ്റെ ലീനിയർ ഡയമെൻഷൻസ് ഡബിൾ ചെയ്തു, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റും ഡബിൾ ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇതിന് ന്യൂ കപ്പാസിറ്റൻസ് വാല്യൂ എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു എപ്സിലോൺ A ബൈ D ആണല്ലേ? എപ്സിലോൺ A ബൈ D ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത് ലീനിയർ ഡയമെൻഷൻസ് എല്ലാം ഡബിൾ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്ത് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് വേരി ചെയ്യില്ല. ദെൻ ഉള്ളത് എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ലീനിയർ ഡയമെൻഷൻ വരും അല്ലേ? ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ലീനിയർ ഡയമെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഡബിൾ ആവുന്നുണ്ട്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡിയും ഡബിൾ ആവുന്നുണ്ട്. 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ് ആണെങ്കിൽ ഈ 2 പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D. ഈ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ആണ്
എ. അപ്പോൾ ഏതൊക്കെ ഡബിളായി? ഏരിയ ലീനിയർ ഡയമെൻഷൻസ് ഡബിളായി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സിൽ ഡിയും ഡബിളായി. അപ്പം അങ്ങനെയാണെങ്കിൽ ന്യൂ സി അല്ലെങ്കിൽ ഇത് C1 എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ വാല്യൂസ് 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ C1 = എപ്സിലോൺ A1/D1 = 15 മൈക്രോഫാരഡ് എന്ന് തന്നിരിക്കുന്നു. ഇനി സെക്കൻഡ് കേസ്, അതായത് ഡബിൾ ചെയ്തതിന് ശേഷം വരുന്ന സിയുടെ ഇക്വേഷൻ ചെയ്തുകൊണ്ട് എന്തെന്ന് വരും? എപ്സിലോൺ തന്നെയാണ്. കാരണം എപ്സിലോണിൽ ചേഞ്ച് വരുന്നില്ല, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ദെൻ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അവിടെ ഇപ്പോൾ 2 ലീനിയർ ഡയമെൻഷനും ഡബിൾ ആകുന്നത് കൊണ്ട് എന്ത് പറ്റും? ലെങ്ത്തും ഡബിൾ ആവും, ബ്രെഡ്ത്തും ഡബിൾ ആവും. അപ്പോൾ മൊത്തത്തിൽ ഏരിയയ്ക്ക് വരുന്ന ചേഞ്ച് എന്തായിരിക്കും? 2 × 2 A1 ആയിരിക്കില്ലേ? ലെങ്ത്ത് ഡബിൾ ആകുമ്പോൾ 1 × 2 വരും, ബ്രെഡ്ത്ത് ഡബിൾ ആകുമ്പോൾ 1 × 2 കൂടി വരും. അങ്ങനെ 2 × 2 A1 ആവും അവിടെ. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡബിൾ ആവുന്നുണ്ട്. D2 എന്ന് പറയുന്നത് 2 × D1 ആവും. D1 × 2 വരും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ന്യൂ കപ്പാസിറ്റൻസ് എന്തെന്ന് വരും? 2 ക്യാൻസലായി. അപ്പോൾ 2 എപ്സിലോൺ A1/D1 വന്നു. അല്ലെങ്കിൽ ഈ എപ്സിലോൺ A1/D1 ആണ് നമ്മുടെ C1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 × C1 എന്ന് എഴുതാം. C1ൻ്റെ വാല്യൂ 15 മൈക്രോഫാരഡ് ആണ്. 2 × 15 = 30 മൈക്രോഫാരഡ് വരും പുതിയ കപ്പാസിറ്റൻസ്. ഇതിനകത്ത് ആൻസർ നോക്കൂ, 30 മൈക്രോഫാരഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? കപ്പാസിറ്റൻസ് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ദെൻ ഇതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് R = ρL/A. റെസിസ്റ്റൻസിൻ്റെ കേസ് ഇതുപോലെ തന്നെ ലീനിയർ ഡയമെൻഷൻസ് ഹാഫ് ആയി കഴിഞ്ഞാൽ, ഡബിൾ ആയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ചോദ്യം വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസും ഓർത്ത് വയ്ക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസും ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഓഫ് എ 230 volt 100 watts bulb is R1 and that of a 230 volt 75 watts is ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഓഫ് 230 volt 75 watts ഈസ് R2. 2 കേസ് പറയുന്നു, 2 ബൾബുണ്ട്. ഓക്കെ, 2 ബൾബുണ്ട്. ഫസ്റ്റ് വൺ 230 volt 100 watts, ഇത് 1. സെക്കൻഡ് കേസ് ഇത് 230 volt 75 watts. ഈ കേസിൽ റെസിസ്റ്റൻസ് R1 ആണെന്ന് പറയുന്നു, ഈ കേസിൽ റെസിസ്റ്റൻസ് R2 ആണെന്ന് പറയുന്നു. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്, കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നു. അവർ ചോദിക്കുന്നത് ഈ R1 R2 തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെ ചെയ്യാൻ പറ്റും? ബേസിക് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഓംസിലോ R = V/I, then power = VI, power = V²/R അല്ലെങ്കിൽ I²R. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്നത് 2 ബൾബ്, രണ്ടും 230 volt ആണ്. അപ്പോൾ നമുക്ക് V കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലായി. ദെൻ 2 ബൾബിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്ന് 100 wattsഉം ഒന്ന് 75 wattsഉം ആണ്. അതായത് പവർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പവർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? രണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ കമ്പാരിസണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസും പവറും വോൾട്ടേജും ഇത് മൂന്നും കൂടി റിലേറ്റ് ആവുന്ന ഏത് ഇക്വേഷനാണ് നമുക്ക് അറിയുന്നത് എന്നൊന്ന് നോക്കുക. പവറിന് ഇത്ര ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? ഇതിനകത്ത് ഏത് ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? പവർ, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഈ മൂന്നും കൂടി തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ P = V²/R എന്നുള്ളൊരു ഇക്വേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ P = V²/R എന്ന ഇക്വേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പാടില്ലേ? എങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂസ് തന്നിരിക്കുന്നതുകൊണ്ട് R1 R2ൻ്റെ വാല്യൂസും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കമ്പാരിസൺ വഴിയും കണ്ടുപിടിക്കാം. കാരണം ഇവിടെ വാല്യൂസ് ചോദിച്ചിട്ടില്ല, പ്രിസൈസ് വാല്യൂസ് ചോദിച്ചിട്ടില്ല, ഒരു റിലേഷനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ,
P is equal to V squared by R ആണ്. V constant ആയത് കാരണം നമുക്ക് എന്തെന്ന് പറയാം? P proportional to 1 by R എന്ന് പറയാലോ. V constant ആയതുകൊണ്ട് അറിയാൻ പാടില്ലേ? അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും R കൂടുതലുള്ളതിന് പവർ കുറവായിരിക്കും, അല്ലെങ്കിൽ പവർ കൂടിയതിന് R റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പവർ കൂടുതൽ ഏതിനാ? 100 വാട്ട്സിനാണ് പവർ കൂടുതൽ അല്ലേ? 75 വാട്ട്സ് ആണ് ഇതുള്ളത്, ഇത് 100 വാട്ട്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം P1 ഗ്രേറ്റർ ദാൻ P2 ആണ്. അതുകൊണ്ട് ആറിൻ്റെ കേസ് വരുമ്പോൾ ഇത് നേരെ തിരിഞ്ഞു വരും, R1 ലെസ് ദാൻ R2 ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് റിലേഷൻ വൈസ് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെയല്ല, അത്ര ആലോചിക്കാനുള്ള വാല്യൂസ് തന്നിരിക്കുന്ന കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? P1 ഉം P2 ഉം കണ്ടുപിടിക്കുക. P1 is equal to V squared by R. അതായത് V എന്ന് പറഞ്ഞാൽ ഇവിടെ 230 സ്ക്വയർ ഡിവൈഡ് ബൈ R1 എന്ന് പറയും. നമുക്ക് R1 അല്ലേ കണ്ടുപിടിക്കാം, അപ്പോൾ തിരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ആ റിലേഷനിൽ നിന്ന് R is equal to V squared by P എന്ന് എഴുതാം. R1 is equal to V squared by P, അല്ലെങ്കിൽ V squared by P1 is equal to 230 സ്ക്വയർ ഡിവൈഡ് ബൈ P1 എന്ന് പറയുന്നത് 100. ദെൻ അപ്പോൾ അത് കണ്ടുപിടിക്കുക വേണമെങ്കിൽ ഇതുപോലെ തന്നെ R2 ഈക്വൽ ടു എന്ന് പറയുന്നത് 230 സ്ക്വയർ ഡിവൈഡ് ബൈ ആ കേസിലെ പവർ 75 വാട്ട്സ്. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കുമ്പോഴാണെങ്കിലും ന്യൂമറേറ്റർ രണ്ടിനും സെയിം ആണ്, 230 ആണ്. അപ്പോൾ 230 സ്ക്വയർ ഡിവൈഡ് ബൈ 100, 230 സ്ക്വയർ ഡിവൈഡ് ബൈ 75. ഏതായിരിക്കും ഗ്രേറ്റർ വാല്യൂ? R2 ആയിരിക്കും ഗ്രേറ്റർ വാല്യൂ അല്ലേ? അപ്പോൾ ആ രീതിയിലും നമുക്കിത് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ? അപ്പോൾ എന്തെന്ന് വരും? R1 ലെസ് ദാൻ R2, അല്ലെങ്കിൽ R2 ഗ്രേറ്റർ ദാൻ R1. ഓക്കെ, ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ t cube e raised to minus 80 is. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. ചെയ്യാൻ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലോ, പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. e raised to minus 80 ഇൻറ്റു ടി ക്യൂബ്. ടി raised to n എന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n എന്ന് പറയുന്നത് എന്താ? ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 അല്ലേ? ഇനി e raised to 80 അല്ലെങ്കിൽ e raised to minus 80 ഒരു ഫംഗ്ഷനൊപ്പം പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കുന്നുണ്ട്. e raised to 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e raised to minus 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s plus a ആണ്. e raised to 80 ആണെങ്കിൽ 1 by s minus a. അപ്പോൾ e raised to 80, e raised to minus 80 ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറയുക, ആ കൂടെ നിൽക്കുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക, അതിനകത്ത് എസിനെ എസ് പ്ലസ് എ അല്ലെങ്കിൽ എസ് മൈനസ് എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഈ കേസിൽ ടി ക്യൂബ് ആണ് കൂടെയുള്ള ഫംഗ്ഷൻ. ടി ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 80 ആണ്. അപ്പോൾ ആദ്യം ടി ക്യൂബിൻ്റെ ലാപ്ലേസ് എഴുതുക. ടി ക്യൂബിൻ്റെ ലാപ്ലേസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടി ക്യൂബിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 3 പ്ലസ് 1, അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1, അല്ലെങ്കിൽ 3 ഇൻറ്റു 2 6 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു ടി ക്യൂബ് ചെയ്യാൻ എന്ത് ചെയ്യണം? ടി ക്യൂബിൻ്റെ ലാപ്ലേസ് എടുത്ത ഇക്വേഷനിൽ എസിന് എസ് പ്ലസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തെന്ന് ആൻസർ വരും? 6 ഡിവൈഡഡ് ബൈ ഈ എസിന് എസ് പ്ലസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ റേസ് ടു 4 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്ത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Fifth question. A 230 bar 150 volt transformer has its LV side resistance of 0.06 pu. And the pu per unit. 0.06 per unit. The resistance referred to HV side is. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അതിന് എൽ വി സൈഡ് എച്ച് വി സൈഡുണ്ട്. ഇത് 230 ബാർ 115 ആണ്. അപ്പോൾ 230 സൈഡിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുക. ഓക്കെ, ഇവിടെ കുറേ ടേൺസ് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് പ്രൈമറി സൈഡ്, ഇത് സെക്കൻഡറി സൈഡ്. ഹാസ് ഇറ്റ്സ് എൽ വി സൈഡ് റെസിസ്റ്റൻസ്. എൽ വി സൈഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ വി ലോ വോൾട്ടേജ് സൈഡ് ഇവിടെ ഏതാ? 230 115 ആണ്. അപ്പോൾ ഇതാണ് എൽ വി സൈഡ്, ലോ വോൾട്ടേജ് സൈഡ്. അവിടുത്തെ റെസിസ്റ്റൻസ് പറയുന്നുണ്ട് എത്രയാണ്? 0.06 പെർ യൂണിറ്റ്. ദ റെസിസ്റ്റൻസ് റെഫേർഡ് ടു എച്ച് വി സൈഡ് ഈസ്. എച്ച് വി സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എൽ വി റെസിസ്റ്റൻസിന് വരുന്ന ചേഞ്ച് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം പെട്ടെന്ന് ആരും നോട്ട് ചെയ്യില്ലാത്തൊരു ഫീച്ചറാണ് ഈ പെർ യൂണിറ്റ് എന്നുള്ള കാര്യം. 0.06 പെർ യൂണിറ്റ്. ഒരു സൈഡിലെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് തന്നിരിക്കുന്നു. റെഫറിങ് ടു അതർ സൈഡ് പെർ യൂണിറ്റ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ഇവിടെ ചോദ്യം. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പെർ യൂണിറ്റ് പവർ സിസ്റ്റം അനാലിസിസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്ന്? പെർ യൂണിറ്റിൽ തരികയാണെങ്കിൽ റെസിസ്റ്റൻസിന് റെഫറിങ് ടു എൽ വി ആണെങ്കിലും റെഫറിങ് ടു എച്ച് വി ആണെങ്കിലും സെയിം വാല്യൂ ആയിരിക്കും. അതായത് പെർ യൂണിറ്റ് സിസ്റ്റത്തിന് പെർ യൂണിറ്റ് റെസിസ്റ്റൻസ് റിയാക്ടൻസ് ഒക്കെ രണ്ട് സൈഡിലും സെയിം ആയിരിക്കും. പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു ഒരു ബേസ് അല്ലേ, ഒരു ഇസഡ് ബേസ്. വിത്ത് റെസ്പെക്ട് ടു ഒരു ബേസ് വാല്യൂ ആണ് നമ്മൾ പെർ യൂണിറ്റ് പറയുക. ഇത് രണ്ട് സൈഡിലും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഈ പ്രോബ്ലം കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ ആൻസർ ചെയ്താം. കാരണം എന്താ? ഇവിടെ ചോദിച്ചിരിക്കുന്ന എൽ വി സൈഡ് റെസിസ്റ്റൻസ് 0.06 പെർ യൂണിറ്റ് ആണ്. എച്ച് വി സൈഡിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ റിസൾട്ട് അറിയുന്ന ആൾക്ക് ഉടനെ തന്നെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ എഴുതാം. 0.06 പെർ യൂണിറ്റ് എന്ന് എഴുതാം. രണ്ട് സൈഡിലും സെയിം റെസിസ്റ്റൻസ് ആണ് പെർ യൂണിറ്റിൽ വരുമ്പോൾ എന്നുള്ള അസംപ്ഷനല്ല എന്നുള്ള റിസൾട്ടിൽ. ഇനി അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ്റെ കേസ്. ഇനി എപ്പോഴും പെർ യൂണിറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. പെർ യൂണിറ്റ് അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അതായത് ഇവിടെ എൽ വി സൈഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു 1 ohm 2 ohm എന്നെല്ലാം ഒരു വാല്യൂ തന്നിരിക്കുന്നു. അതിനെ റെഫറിങ് ടു എച്ച് വി സൈഡ്, അതായത് പ്രൈമറിയിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അതായത് ഇങ്ങനെ എഴുതാം. അപ്പോൾ R2 സൈഡിലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എൽ വി സൈഡിലെ റെസിസ്റ്റൻസ് R2, എച്ച് വി സൈഡിലെ റെസിസ്റ്റൻസ് പ്രൈമറി ആയതുകൊണ്ട് ഞാൻ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ R2നെ റെഫറിങ് ടു എച്ച് വി സൈഡ്, റെഫറിങ് ടു പ്രൈമറി, അല്ലെങ്കിൽ ഈ കേസിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ എച്ച് വി ആയതുകൊണ്ട് റെഫറിങ് ടു എച്ച് വി സൈഡ് എഴുതുവാണെങ്കിൽ എന്തെന്ന് എഴുതാം? ടോട്ടൽ പ്രൈമറി റെസിസ്റ്റൻസ് R01 is equal to R1 plus R2 dash. ഒരു സൈഡിൽ നിന്ന് അതർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഇവിടെ R2 ആണ്. ഈ R2നെ ഞാൻ എൽ വി സൈഡിലേക്ക് എടുക്കുമ്പോൾ R2നെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? R2 ഡാഷ്. ആ സൈഡിൽ നിന്ന് സൈഡ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ഡാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ R2 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു R2 ഡാഷും കൂടി ആകുന്നു. അപ്പോൾ ടോട്ടൽ ഈ സൈഡിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ R1ഉം ഈ R2 ഡാഷിൻ്റെയും സം ആയിരിക്കും. അതായത് R1 പ്ലസ് R2 ഡാഷ് വരും. ഇനി ഈ R2 ഡാഷ് എങ്ങനെയാണ് കാണുക? R2 ഡാഷ് എന്ന് പറയുന്നത് R2/K² ആയിരിക്കും. വേർ K is turns ratio or transformer ratio V2/V1 equal to N2/N1. ടേൺസ് റേഷ്യോ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് K എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഫറിങ് ടു എന്നുള്ള ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻസ്പെക്ടറേറ്റിൻ്റെ എക്സാം ഒക്കെ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട്
അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പം ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 0.06 per unit. Okay. Next question. The effect of addition of 0 to the open loop transfer function is. Control system question ആണല്ലേ. Control system question ആണ്. അതായത് റൂട്ട് ലോക്കസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഓപ്ഷൻസ് വായിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷൻ, റൂട്ട് ലോക്കസ് ഷിഫ്റ്റ് ദ റൂട്ട് ലോക്കസ് ടു റൈറ്റ് ആൻഡ് സ്ലോ ഡൗൺ ദ സെറ്റിലിംഗ് റെസ്പോൺസ്. സെറ്റിലിംഗ് റെസ്പോൺസ് അതായത് എന്താ, നമ്മൾ ടൈം റെസ്പോൺസ് അനാലിസിസിൽ പഠിക്കുന്ന കുറച്ച് ടേംസ് ആണ് അതൊക്കെ. ഓക്കെ, ഇപ്പോൾ റൂട്ട് ലോക്കസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും ദി എഫക്ട് ഓഫ് അഡീഷൻ ഓഫ് 0 ടു ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റൂട്ട് ലോക്കസ് ടു റൈറ്റ് ആൻഡ് സ്ലോ ഡൗൺ ദ സെറ്റിലിംഗ് റെസ്പോൺസ് അല്ല. പുള്ളിങ് ദ റൂട്ട് ലോക്കസ് ടു ലെഫ്റ്റ് ആൻഡ് സ്ലോ ഡൗൺ ദ സെറ്റിലിംഗ് റെസ്പോൺസ് അതുമല്ല. പുള്ളിങ് ദ റൂട്ട് ലോക്കസ് ടു ലെഫ്റ്റ് ആൻഡ് സ്പീഡ് അപ്പ് ദ സെറ്റിലിംഗ് റെസ്പോൺസ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ, പുള്ളിങ് ദ റൂട്ട് ലോക്കസ് ടു റൈറ്റ് ആൻഡ് അത് നോക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, റൂട്ട് ലോക്കസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവുകയും ദെൻ സെറ്റിലിംഗ് ടൈം റെസ്പോൺസ് സ്പീഡപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ കൺട്രോൾ സിസ്റ്റം ക്വസ്റ്റ്യൻ ആണ്. പോളാർ പ്ലോട്ട് ഓഫ് എ സിനുസോയിഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് എ പ്ലോട്ട് ഓഫ്. പോളാർ പ്ലോട്ട് എന്തായിരുന്നു പോളാർ പ്ലോട്ട്, ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇത് എക്സ് ആക്സിസ്, ഇത് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ പോളാർ പ്ലോട്ട് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഈ ഒരു രീതിയിലൊക്കെ വരുന്ന പ്ലോട്ടുകളാണ് പോളാർ പ്ലോട്ട് എന്ന് പറയാം. അപ്പോൾ പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്നത് ഒമേഗ 0 ടു ഇൻഫിനിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ജി ഓഫ് ജെ ഒമേഗ വേഴ്സസ് അതിൻ്റെ തീറ്റ ഫേസ് ആംഗിൾ വെച്ചിട്ടാണ് ഇത് വരയ്ക്കുക അല്ലേ. ഓരോ പോയിന്റിലും അല്ലേ, ഈ ഒരു പോയിന്റിൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ജി ഓഫ് ജെ ഒമേഗ മാഗ്നിറ്റ്യൂഡും ദെൻ ഇപ്പോൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ തീറ്റയും, അങ്ങനെ തീറ്റ വേഴ്സസ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടാണ് ഈ പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏത് വരും? പോളാർ പ്ലോട്ട് ഓഫ് എ സിനുസോയിഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് എ പ്ലോട്ട് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫേസ് ആംഗിൾ, ദെൻ മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ വേഴ്സസ് ഫ്രീക്വൻസി, നൺ ഓഫ് ദി എബോവ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അവിടെ ഒമേഗയുടെ കേസ് വരുന്നത് ഒമേഗ ചേഞ്ചസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി, ഒമേഗയുടെ ഈ റേഞ്ചിലാണ് വരയ്ക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ കൺട്രോൾ സിസ്റ്റം. ഗെയിൻ മാർജിൻ ഈസ്, എന്താണ് ഗെയിൻ മാർജിൻ? ബോഡി പ്ലോട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് വരുന്നതാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ അറ്റ് ഫ്രീക്വൻസി അറ്റ് വിച്ച് ഫേസ് ആംഗിൾ ഈസ് -90 ഡിഗ്രി അല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ അറ്റ് ഫ്രീക്വൻസി at which phase angle is -180 degree. Reciprocal of magnitude of g of j omega at frequency at which phase angle is -90 degree. Reciprocal of magnitude of g of j omega at frequency at which phase angle is -180 degree. Option D ആണ് correct answer. അല്ലേ? എന്താ ഗെയിൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗെയിൻ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ക്രോസ് ഓവർ ഫ്രീക്വൻസികൾ പഠിക്കുമല്ലേ ഈ കേസിൽ. ഏതാ? ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയും ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇതിനകത്ത് ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലുള്ള മാഗ്നിറ്റ്യൂഡാണ് അല്ലെ, മാഗ്നിറ്റ്യൂഡിൻ്റെ റെസിപ്രോക്കലാണ്. അതായത് റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ അറ്റ് ഫ്രീക്വൻസി അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇനി അടുത്ത ചോദ്യം, എന്താണ് ഈ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? -180 ഡിഗ്രിയിൽ വരുന്ന ഗെയിൻ വരുന്ന ഫ്രീക്വൻസിയാണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. അല്ലെങ്കിൽ -180 ഡിഗ്രി എന്ന് പറയുന്ന കേസാണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആയിട്ട് വരിക. ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഗെയിൻ യൂണിറ്റി ആകുന്ന ഫ്രീക്വൻസിയാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അപ്പോൾ ഗെയിൻ മാർജിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ്. അതായത് അറ്റ് -180 ഡിഗ്രിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് moderator in nuclear reactors? പവർ സിസ്റ്റം ക്വസ്റ്റ്യൻ ആണ്.
ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. ഏതാ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? മോഡറേറ്റർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഓക്കെ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നമുക്ക് കുറേ ടേംസ് ഉണ്ട്. കൺട്രോൾ റോഡ്സ്, ദെൻ മോഡറേറ്റേഴ്സ്, ദെൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ കേസ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡറേറ്റർ ആണ്. ഏതാ മോഡറേറ്റർ? ഈ ഓപ്ഷൻ അനുസരിച്ച് ഗ്രാഫൈറ്റ് ആണ് മോഡറേറ്റർ. മെയിൻലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ഗ്രാഫൈറ്റും ഹെവി വാട്ടർ അല്ലെങ്കിൽ D2O. ഹെവി വാട്ടർ എന്ന് പറയുന്ന D2O ആണ് സെക്കൻഡ് വൺ. ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ആണ് യൂഷ്വലി കണ്ടുവരാറുള്ള ഓപ്ഷൻസ്. ദെൻ കൺട്രോൾ റോഡ്സ്, അതായത് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് ആ റിയാക്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എന്ത്? കൺട്രോൾ റോഡ്സ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബോറോൺ, കാഡ്മിയം പോലുള്ള റോഡുകളാണ് അതിന് എക്സാമ്പിളായിട്ട് വരിക. ഓക്കെ, ദെൻ ഫ്യൂവൽ ഏതാണ്? യുറേനിയം 235 ആണ് മെയിൻലി പറയാനുള്ളത്. ഓക്കെ, ദെൻ എൻറിച്ച്ഡ് യുറേനിയം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, വേറെ ഫ്യൂവൽസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ ട്രാൻസ്ഫോമർ? ഒരു ട്രാൻസ്ഫോമറിൽ ചേഞ്ച് ചെയ്യാത്തത് ഏതാണ് എന്ന് ചോദിക്കുന്നു. വോൾട്ടേജ്, ഫ്രീക്വൻസി, കറൻറ്റ്, ഓൾ ദി അബവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ഫ്രീക്വൻസി ആണ് ആൻസർ അല്ലേ? ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ പ്രൈമറി സൈഡിൽ നിന്ന് സെക്കൻഡറി സൈഡിലേക്ക് ഒരു വോൾട്ടേജ്, കറൻറ്റ്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഡിവൈസാണ്. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സപ്ലൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക് ട്രാക്ഷൻ ഇൻ കേരള? ഇലക്ട്രിക് ട്രാക്ഷൻ സപ്ലൈ വോൾട്ടേജ് ആണ് ചോദ്യം. ഓക്കെ, എന്താ അതിൻ്റെ ആൻസർ? ഇലക്ട്രിക് ട്രെയിൻസിൻ്റെ ഒക്കെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് ഇൻ കേരള എന്നല്ല, ഇനി ഇന്ത്യ പറഞ്ഞാലും സെയിം ആൻസർ തന്നെ വരിക. പഠിച്ചു വയ്ക്കുക. 25 kV AC ആണ്, 25 kV AC ആണ് ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള വോൾട്ടേജ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡെസിമൽ നമ്പർ ഫോർ 10101? ഒരു ബൈനറി നമ്പർ തന്നിരിക്കുന്നു, അതിൻ്റെ ഇക്വലൻ ഡെസിമൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് അങ്ങ് അസൈൻ ചെയ്യുക അല്ലേ. ബൈനറി ആണ്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ വരുന്ന പ്ലേസ് വാല്യൂസ് എന്തെന്ന് വരും? ഇത് 0, 1, 2, 3, 4. അതായത് ഇവിടെ വരുമ്പോൾ 2 raised to 0, ഇവിടെ 2 raised to 1, ഇവിടെ 2 raised to 2, ഇവിടെ 2 raised to 3, ഇവിടെ 2 raised to 4. അല്ലെങ്കിൽ ഇവിടെ 1, ഇത് 2, ഇത് 4, 8, 60. 2 മൾട്ടിപ്ലൈ ചെയ്ത് പോന്നാൽ മതി. ഇനി ഇതിനകത്ത് ഏതൊക്കെയാണോ 1 ഉള്ളത് ആ വാല്യൂസ് മാത്രം എടുക്കുക, ആഡ് ചെയ്യുക. ഇത് 1 ആണ്, അപ്പോൾ ഇത് വേണം. ഇത് 0 ആണ്, അപ്പോൾ 0 × 2 എന്ന് വരിക, അത് ക്യാൻസലായി പോകും. ഇവിടെ 1 × 4 വരുന്നുണ്ട്. ദെൻ ഇവിടെ 0 × 8 ആണ്, അപ്പോൾ 8 പോയി. ദെൻ 1 × 16. അപ്പോൾ 16 + 4 + 1 ആയിരിക്കും ആൻസർ. എത്ര വരും? 16 + 4 20, 20 + 1 21. ഓക്കെ, അപ്പോൾ 21 ആയിരിക്കും ഇതിൻ്റെ ഇക്വലന്റ് ഡെസിമൽ വാല്യൂ. ഓപ്ഷൻ എ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗേറ്റ് ഈസ് നോൺ ആസ് ഇൻവെർട്ടർ ഗേറ്റ്? വിച്ച് ഗേറ്റ് ഈസ് നോൺ ആസ് ഇൻവെർട്ടർ ഗേറ്റ്? ഏതാണ് ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത്? നോട്ട് ഗേറ്റ് ആണല്ലേ. എന്താ ഇൻവേർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നോട്ട് ഗേറ്റിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ഇൻപുട്ട്, ഔട്ട്പുട്ട്. എങ്ങനെ നോട്ട് ഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇങ്ങനൊരു സിമ്പിളായിരിക്കും അല്ലേ. അപ്പോൾ ഇൻപുട്ട് എക്സ്, ഔട്ട്പുട്ട് വൈ. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ടായിട്ട് ഒരു 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? ഇത് നോട്ട് ചെയ്യും അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യും. അതായത് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും. ഓക്കെ, 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ഔട്ട്പുട്ട്, 1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്. ഇത് ഏത് ബിറ്റാണ് കൊടുക്കുന്നത് അതിന് ഇൻവേർട്ട് ചെയ്ത് ഔട്ടാക്കി തരും. അപ്പോൾ അതാണ് നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് നോട്ടാണ്. ദെൻ ഇവിടെ പിന്നെ ഡിജിറ്റലിൽ വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നാൻഡും നോറും. ഓക്കെ, യൂണിവേഴ്സൽ
gates ആണ്. Okay. And next question. Which of the following is a binary storage device? Binary storage. അതായത് 0-1 സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഏതാണ്? ഡയോഡ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, SCR, BJT. ഏതാണ് ആൻസർ? ഡൗട്ട് ഒന്നും ഇല്ലാതെ പറയാം, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലേ? ഓക്കെ, അതെല്ലാം ബാക്കി ഡയോഡ്, SCR, BJT എന്ന് പറയുന്നതെല്ലാം സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഇതിനകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്താ ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് 0-1 സ്റ്റോറേജ് പോസിബിൾ ആണ്. Okay, next question. The address of a memory location of Intel 8085 microprocessor is. മൈക്രോപ്രൊസസ്സറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 8085 MUP 8085 മൈക്രോപ്രൊസസ്സറും മൈക്രോ കൺട്രോളറും ഉണ്ട്. 8085 എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറാണ്. അപ്പം മൈക്രോ പ്രോസസ്സറിൻ്റെ അഡ്രസ് ബിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 8-bit, 32-bit, 16-bit, 64-bit. ഏത് ആൻസറാ? അഡ്രസ് ബിറ്റാണ്. അപ്പോൾ 16-bit ആണ്. ഓക്കെ, 8085 16-bit അഡ്രസ്സാണ് യൂസ് ചെയ്യുക. അതായത് ഏതൊരു MUP എടുത്താലും നമ്മൾ ഡേറ്റ ബിറ്റും അഡ്രസ് ബിറ്റും പറയും. ഇപ്പോൾ ഈ കേസിൽ 8085 എന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ പ്രോസസ്സറാണ്. അതായത് അതിൻ്റെ ഡേറ്റാ ബസ് 8-bit ആണ്. ദെൻ അഡ്രസ് ബിറ്റ് എന്ന് പറയുന്നത് 16-bit ആണ്. അതായത് അതിൻ്റെ ഒരു അഡ്രസ് ലൊക്കേഷൻ, ഒരു മെമ്മറിയിലെ ഒരു ലൊക്കേഷനെ പോയിന്റ് ചെയ്യാൻ ഒരു 16-bit അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വോൾട്ടേജ് ഓഫ് V is applied across an RLC series circuit. A voltmeter is connected across L and C. What will be the reading of voltmeter at resonance? Resonance എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇവിടെ RLC സീരീസ് സർക്യൂട്ട് ആയത് കാരണം സീരീസ് റെസൊണൻസ് ആണ്. ഓക്കെ, എന്താ റെസൊണൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ? XL = XC ഇങ്ങനെ വരുന്ന പോയിന്റ് ആണ്, ഈ ഫ്രീക്വൻസി ആണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയാം. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു RLC സീരീസ് സർക്യൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്. R, L, C. കറണ്ട് I ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താ? എ voltage V is applied. A voltmeter is connected across L and C. L-നും C-ക്കും അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എന്തായിരിക്കും അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കറിയാം സീരീസ് റെസൊണൻസിൽ അല്ലെങ്കിൽ ഏത് റെസൊണൻസിലായാലും XL = XC ആയിരിക്കും. കറണ്ട് I എടുക്കുകയാണെങ്കിൽ റെസൊണൻസ് കണ്ടീഷനിൽ ഈ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് എന്തെന്ന് എഴുതാം? V = I × XL എന്ന് എഴുതാം അല്ലേ? ഇത് VL, ഇത് VC. VL എന്ന് പറയുന്നത് I × XL എന്നും VC എന്ന് പറയുന്നത് I × XC എന്നും എഴുതാം. അപ്പോൾ XL = XC ആണ് റെസൊണൻസ് കണ്ടീഷനിൽ. അതുകൊണ്ട് തന്നെ VL = VC ആയിരിക്കും. ഇനി ഇതിൻ്റെ അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്? അതായത് ഇൻഡക്ടറിന് അക്രോസ് VL ഉണ്ട്, കപ്പാസിറ്ററിന് അക്രോസ് VC ഉണ്ട്. ഇത് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ, ഇത് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുക എന്നെങ്ങനെ കണ്ടുപിടിക്കാം? റെസൊണൻസ് കണ്ടീഷനിൽ ഒരു ഫേസ് ഡയഗ്രാം വരച്ചു നോക്കൂ. സീരീസ് സർക്യൂട്ട് ആയത് കാരണം ഞാൻ കറണ്ട് റെഫറൻസ് എടുക്കുകയാണ്. ഇനി ഒരു പ്യുവർ ഇൻഡക്റ്റൻസിൽ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താ? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ, പ്യുവർ ഇൻഡക്ടർ. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ലാഗ് ചെയ്യണമെങ്കിൽ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് മേളിലോട്ട് വരണം അല്ലേ? അപ്പോൾ VL ഇങ്ങനെ വരും. ഓക്കെ, ദെൻ കപ്പാസിറ്ററിൻ്റെ കേസിലോ, ഇൻ പ്യുവർ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി.
പ്യുവർ കപ്പാസിറ്റർ പ്യുവർ ഇൻഡക്ടർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡക്ടർ 90 ഡിഗ്രിയിൽ ലാഗ് ചെയ്ത് വരച്ചു, വോൾട്ടേജ് ലീഡ് ചെയ്ത് വരച്ചു. കപ്പാസിറ്ററിന് 90 ഡിഗ്രിയിൽ കറണ്ട് ലീഡ് ചെയ്യണം, അതായത് വോൾട്ടേജ് ലാഗ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി നോക്കുമ്പോൾ എന്തെന്ന് വരും? വി എൽ ഈക്വൽ ടു വി സി ആണ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് വൈസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് പറ്റും? വി എൽ മൈനസ് വി സി ആണ് റിസൾട്ടൻ്റ് വരിക, അല്ലെങ്കിൽ വി എൽ മൈനസ് വി സി ഈക്വൽ ടു 0 ആയിരിക്കും ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്. അല്ലെങ്കിൽ പറയാം വോൾട്ട് മീറ്റർ റീഡ്സ് 0 if we connect it across L and C. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും 0 V 2 V. ഓക്കെ, 0 വോൾട്ട് മീറ്റർ റീഡ്സ് 0. ക്ലിയർ അല്ലേ ആ കാര്യം? റെസൊണൻസ് കണ്ടീഷനിൽ, സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ്. അപ്പോൾ എൽ ആൻഡ് സിയുടെ അക്രോസ് ഉള്ള വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ആൻഡ് ഒപ്പോസിഷൻ ഇൻ ഫേസറുമാണ്. സോ റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് LC circuit at resonance is 0. Okay. The next question. The mechanical power developed by a shunt motor will be maximum when the ratio of back EMF to applied voltage is. ഒരു DC shunt മോട്ടറിൻ്റെ കേസിൽ മാക്സിമം മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് എപ്പോഴായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കണ്ടീഷനാണ് ചോദിക്കുന്നത്. അതായത് ബാക്ക് ഇ എം എഫ് ഇ ബിയും അപ്ലൈഡ് വോൾട്ടേജ് വിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ശരിക്കും നമ്മൾ റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കുന്നതാണ്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ ഇ ബി ബൈ വി ഈസ് ഈക്വൽ ടു 0.5 ആണ്. അല്ലെങ്കിൽ കണ്ടീഷൻ വൈസ് ഇങ്ങനെ പറയാം, റിസൾട്ടായിട്ട് പറയുമ്പോൾ ഇ ബി ഈസ് ഈക്വൽ ടു വി ബൈ 2. ഓക്കെ, ഇ ബി ഈസ് ഈക്വൽ ടു വി ബൈ 2 എന്നുള്ള കണ്ടീഷനിലാണ് പവർ ഡെവലപ്ഡ് മാക്സിമം ആകുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ബാക്ക് ഇ എം എഫ് ടു അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അതായത് ഇ ബി ബൈ വി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും, അല്ലെങ്കിൽ 0.5 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ 0.5 ആയിരിക്കും. ഈ പവറും ടോർക്കും അല്ലെങ്കിൽ പവറും ബാക്ക് ഇ എം എഫ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു ടി ഒമേഗ അല്ലേ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ, ടി ടോർക്ക്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, ഇതിൽ നിന്ന് ടോർക്ക് ഈസ് ഈക്വൽ ടു പി ബൈ ഒമേഗ എന്ന് എഴുതാം. അല്ലെങ്കിൽ പി പവർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരിക? ഇ ബി ഇൻറ്റു ഐ. പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണല്ലോ. ഇ ബി ഐ എന്ന് വരും. ദെൻ ഒമേഗയ്ക്ക് 2π എന്ന് കൊടുക്കാം. അഗെയിൻ ഈ ഇ ബിക്ക് ഇ ബി ഈസ് ഈക്വൽ ടു 5ZN P by A by 60 എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ടേംസ് ക്യാൻസൽ ആയിപ്പോവും, എന്നൊക്കെ ക്യാൻസൽ ആയിപ്പോവും. കഴിഞ്ഞ് ബാക്കി റിസൾട്ടൻ്റ് എല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. 0.159 5Z P by A എന്നുള്ള ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടും അല്ലേ? 5Z അതിനൊരു ഇക്വേഷനിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ടോർക്ക് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അനാലിസിസ് പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇ ബി ഈക്വൽ ടു വി ബൈ 2 എന്നുള്ളത്. ഓക്കെ, ഇത് എന്താണ്? ഈ റിസൾട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പരീക്ഷ ഹോളിൽ വെച്ച് ഡിറൈവ് ചെയ്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ആൻസർ 0.5 ആയിരിക്കും. ഓക്കെ, അയ്യേ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The EMF induced in the armature of a shunt generator is 240 volt. The armature resistance is 0.8 ohms. If the armature current is 10 ampere, the terminal voltage will be. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഷണ്ട് ജനറേറ്റർ പറയുന്നു അല്ലേ? ഷണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും? ഷണ്ടായിട്ട് ഫീൽഡ് കണക്ട് ചെയ്യണം. അതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി, ഇത് ഷണ്ട് ഫീൽഡ്, ദെൻ ജനറേറ്റഡ് വോൾട്ടേജ് ഇ ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
എന്തൊക്കെ തന്നിട്ടുണ്ട്? The EMF induced in the armature of a shunt generator is 240 volt എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? EG equal to 240 volt എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന EMF 240 volt എന്ന് തന്നിട്ടുണ്ട്. Then armature resistance 0.8 ohm. ഇത് ഇവിടുത്തെ റെസിസ്റ്റൻസ് RA is equal to 0.8 ohm എന്ന് തന്നിരിക്കുന്നു. If armature current is 10 ampere, ഇത് ആർമേച്ചർ കറന്റ്, ആർമേച്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറന്റ് 10 ampere റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? IA എന്നല്ലേ? IA is equal to 10 ampere ആണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വിൽ ബി, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് V. അപ്പോൾ V എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് ഒരു ജനറേറ്റർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. എന്താ ജനറേറ്റർ ഇക്വേഷൻ? EG ഈക്വൽ ടു ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഓക്കെ, ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് EG ഈക്വൽ ടു ഇതിൻ്റെയൊക്കെ സമ്മായിട്ട് വരും. ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് ഡ്രോപ്പും ദെൻ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജിൻ്റെ സമ്മായിട്ട് വരും. അപ്പോൾ V പ്ലസ് IA RA എന്ന് എഴുതാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് V ആണ്. അപ്പോൾ V is equal to EG മൈനസ് IA RA എന്നിത് റീറൈറ്റ് ചെയ്യാം. ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. EGയുടെ വാല്യൂ 240 തന്നിട്ടുണ്ട്. അപ്പോൾ 240 മൈനസ് IAയുടെ വാല്യൂ 10 ഇൻറ്റു RAയുടെ വാല്യൂ 0.8. അപ്പോൾ എത്ര കിട്ടും? 240 മൈനസ് 8 അല്ലെങ്കിൽ 232 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിളാണ്. ഇതുപോലെ DC ഷണ്ട് ജനറേറ്ററും മോട്ടറും സീരീസ് ജനറേറ്ററും മോട്ടറും എല്ലാം മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ. An 8-pole DC generator has 500 armature conductors and has useful flux per pole 0.065 Weber. What will be the EMF generated if it is lap connected and runs at 1000 RPM? Again, simple question ആണ്. എന്താ ചോദിക്കുന്നത്? ജനറേറ്റഡ് EMF ആ ചോദിക്കുന്നത് ഒരു DC ജനറേറ്ററിൻ്റെ. നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. EG is equal to 5ZN P/A 60. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ വേണ്ടൂ. എന്തൊക്കെ തന്നിട്ടുണ്ട്? 500 ആർമേച്ചർ കണ്ടക്ടേഴ്സ്, അതായത് Z is equal to 500 എന്ന് തന്നിട്ടുണ്ട്. ദെൻ 8-pole DC ജനറേറ്റർ ആണ്, അതുകൊണ്ട് P is equal to 8 and has useful flux per pole 5 is equal to 0.065 Weber. What will be the EMF generated if lap connected? Lap connected ആയതുകൊണ്ട് A is equal to P ആണ്. ഓക്കെ, then runs at 1000 RPM, അതായത് N is equal to 1000 RPM. ഇനി അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തെന്ന് വരും? 5യുടെ വാല്യൂ 0.065. ശ്രദ്ധിക്കേണ്ട കാര്യം, 5യുടെ കേസ് വെബറിലാണോ മില്ലി വെബറിലാണോ തന്നിരിക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. മില്ലി വെബർ ആണെങ്കിൽ അതിനെ വെബറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കേസിൽ വെബറിൽ തന്നെയാണ്, അപ്പോൾ 0.065 തന്നെ എടുത്താൽ മതി. ദെൻ 5Z എന്ന് പറഞ്ഞാൽ 500, N RPM 1000. താഴേക്ക് എഴുതാം 1000. ദെൻ 5ZN P/A. ഈ കേസിൽ P/A വേണ്ട. കാരണം എന്താ? പിയുടെയും എയുടെ വാല്യൂ സെയിം ആണ്. P equal to 8 ആണ്, അതുകൊണ്ട് A equal to 8 വരും. ഇപ്പോൾ 8/8 എന്നത് കട്ടായി പോകും. അപ്പോൾ അത് എഴുതുന്നില്ല. ഹോൾ ഡിവൈഡഡ് ബൈ 60. ഓക്കെ, അപ്പോൾ എത്ര വരും? ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസിലേക്ക് നോക്കുക, ആക്യുറേറ്റ് ആൻസറിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഇവിടെ നോക്കിയേ, 541, 2000, 166, 135, 270. ആക്യുറേറ്റ് ആൻസറിൻ്റെ ആവശ്യമില്ല, കാരണം ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യാം? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 65 ഇൻറ്റു
ഒരു 0 കട്ടായി പോയി കഴിഞ്ഞാൽ ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, നമുക്ക് അപ്രോക്സിമേറ്റ് ആൻസർ മതി. അപ്പോൾ 6ഉം 65 കൂടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 അപ്രോക്സിമേറ്റ് എടുക്കുകയാണ്. 11 താഴെ വരുള്ളൂ. അപ്പോൾ 11 ഇൻറ്റു 50 അപ്രോക്സിമേറ്റ്ലി 550 എന്ന ആൻസർ വരും. 550 വോൾട്ട് എന്ന ആൻസർ വരും. ഓപ്ഷൻസിലേക്ക് നോക്കൂ. ഈ റേഞ്ചിൽ വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ, 541. ആൻസർ ശരിയായിരിക്കും. കാരണം എന്താ, ഇവിടെ 65 66 ആണെങ്കിലാണ് 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 11 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 11 താഴെയുള്ളൊരു വാല്യൂ ആണ് ഇവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് 550 താഴെ വരുള്ളൂ. ഓക്കെ, 550 താഴെയുള്ള ആൻസർ 541. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആൻസർ 541 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതുകൊണ്ട് ഈ സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.